വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ ഈ മാസം തിയേറ്ററുകളിൽ എത്താനിരുന്ന ചിത്രമായിരുന്നു ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത യശ് നായകനായി എത്തുന്ന ടോക്സിക്. KGF എന്ന ബ്രഹ്മാണ്ഡ സിനിമയ്ക്ക് ശേഷം യശ് നായകനായി എത്തുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു പ്രേക്ഷകരടക്കം കാത്തിരുന്നതും. വമ്പൻ ഹൈപ്പിൽ പുറത്തിറങ്ങാനിരുന്നതിനാൽ ഇതേ ഡേറ്റിൽ പുറത്തിറങ്ങുന്ന മറ്റ് സിനിമകൾ നേരത്തെ റിലീസ് തീയതി മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് രണ്ടാം തവണയാണ് ടോക്സിക് റിലീസ് ഡേറ്റ് മാറ്റുന്നത്. 2025 ഏപ്രിൽ 10-ന് റിലീസ് ചെയ്യാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പിന്നീട് ഇത് 2026 മാർച്ച് 19-ലേക്ക് മാറ്റി. ഷൂട്ടിംഗ് നീണ്ടുപോകുന്നതായിരുന്നു ഇതിന് കാരണം. എന്നാൽ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന അനിശ്ചിതത്വത്തെ പരിഗണിച്ച് സിനിമയുടെ റിലീസ് മാർച്ച് 19-ൽ നിന്ന് ജൂൺ 4-ലേക്ക് നിർമ്മാതാക്കൾ വീണ്ടും മാറ്റി. എന്നാൽ ഇതേ ഡേറ്റിൽ തന്നെ മറ്റൊരു സിനിമ എത്താൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. പവൻ കല്യാൺ നായകനായി എത്തുന്ന ഉസ്താദ് ഭഗത് സിംഗ് ആണ് ടോക്സിക്കിന് പകരമായി എത്തുക. രാശി ഖന്നയും ശ്രീലീലയുമാണ് ചിത്രത്തിൽ നായികമാർ. ദേ കോൾ ഹിം OG എന്ന സിനിമയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്ന പവൻ കല്യാൺ സിനിമയാണിത്. ഒരു മാസ് ആക്ഷൻ എന്റർടൈനറായി സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൽ പവൻ കല്യാൺ ശക്തമായ ഒരു പോലീസ് വേഷത്തിലാണ് എത്താൻ പോകുന്നത്. അതേസമയം ടോക്സിക്കിൽ യശ് ഇരട്ട വേഷത്തിലാണ് എത്തുന്നതെന്ന സൂചനയാണ് ടീസർ നൽകിയത്. ടീസറിന്റെ അവസാനം പുതിയ ലുക്കിലുള്ള യഷിനെയും കാണാൻ സാധിക്കും. പക്ക ഹോളിവുഡ് സിനിമയെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വിഷ്വലുകളാണ് സിനിമയിൽ ഉള്ളതെന്ന സൂചനയാണ് ടീസർ നൽകിയത്. സിനിമയിലെ 5 നായകന്മാരുടെയും പോസ്റ്ററുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. നയൻതാര, രുക്മിണി വാസൻ, കിയാര അദ്വാനി, ഹുമ ഖുറേഷി, താര സുതാര്യ, സുധീർ നായർ എന്നിവരടങ്ങുന്ന താരനിര അണിനിരക്കുന്ന ഈ ചിത്രം KVN പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കട് K നാരായണയും മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും ചേർന്നാണ് നിർമ്മിക്കുന്നത്. മയക്കുമരുന്ന് മാഫിയയുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നാണ് വിവരം. യഷിന്റെ 19ാമത്തെ സിനിമയാണിത്. എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ് എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ.